ആദ്യം പോകുന്നത് സി ജെ റോയിയുടെ മരണ വാർത്തയിലേക്ക് തന്നെയാണ്. സി ജെ റോയിയുടെ മരണത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളി ആദായ നികുതി വകുപ്പ്. റോയിയെ ഇന്നലെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ആവശ്യപ്പെട്ടത് രേഖകളിൽ ഒപ്പിടാൻ മാത്രമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഓഫീസിലെത്തിയ ഉടനെ ഒന്നാം നിലയിലേക്ക് പോയ റോയിയെ IT ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ലെന്നും വാദം. സ്വയം വെടിയുതിർത്തത് വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷമെന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ പറഞ്ഞു. അതേസമയം IT ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് റോയിയുടെ കുടുംബം. പ്രതികരണത്തിലേക്ക്. കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വലിയ ഭീഷണിയോ അല്ലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ ലീഗൽ അഡ്വൈസർ പറയുന്നുണ്ടായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ അല്ല, അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ ആണ് പുള്ളിയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം. പുള്ളിയുടെ പ്രഷർ ഉണ്ടായിരുന്നു. ഒരു 43 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു നോട്ടീസിന്റെ പേരിലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതെനിക്ക് തോന്നുന്നില്ല. ആദായ നികുതി വകുപ്പിന്റെ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പിഴ അടച്ച് തീർക്കാവുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ 2 മണിക്ക് ശേഷം അവിടെ എന്തുണ്ടായി എന്നാണ് കരുതുന്നത്? അല്ല, അറിയില്ല. ഞാൻ നമ്മള് ഈ സംസ്കാരം എങ്ങനെയാ എപ്പോഴായിരിക്കും സംസ്കാരം എപ്പോഴായിരിക്കും അല്ല കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടു. റോയിയുടെ മരണത്തിൽ കർണാടക CID അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വിശദമായ മൊഴി കുടുംബാംഗങ്ങളിൽ നിന്നും രേഖപ്പെടുത്തുകയാണ്. റോയിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് കർണാടക ബെന്നാർഘട്ടയിൽ വെച്ചാണ് സംസ്കാരം നടക്കുക. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുദർശനവും നടക്കും. 10 മണിക്ക് ബോഡി ഇവിടുന്ന് കൊണ്ടുപോകും. നമ്മള് അതുവരെ ഇവിടെ സൂക്ഷിക്കാനുള്ളത് ബിക്കോസ് ഓഫ് ദ ക്രൗഡ്. സംസ്കാരം നാളെ സംസ്കാരം നാളെ മൈക്കിട്ട്. അബ്ദുൾ റഹീമാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. അബ്ദുൾ റഹീം, ഈ IT ഉദ്യോഗസ്ഥരുടെ വാദങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം അവരിപ്പോൾ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. ബന്ധുക്കളടക്കം വലിയ ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉന്നയിച്ചു കഴിഞ്ഞു. റോയിയെ നിരന്തരമായി മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരുന്നു ഈ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ലഭിക്കുന്ന വിവരം, നേരത്തെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ ഡിസംബർ മുതൽ തന്നെ ഇവർ ഈ റെയ്ഡ് പ്രോസസ്സുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയിരുന്നു. ആ നിലയ്ക്ക് ആ കാലയളവിൽ തന്നെ റോയ് വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അവിടെ എത്തി ഒപ്പിടാൻ മാത്രമാണ് ഉണ്ടാകുക മാത്രമാണ് ചെയ്തത്, അപ്പോഴേക്കും അദ്ദേഹം സ്വന്തം നിലയ്ക്ക് മറ്റൊരു മുറിയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിലെ വാദം എത്രത്തോളം വിശ്വസനീയമാണ്, എത്രത്തോളം അതിനൊക്കെ ഒരു സാധുതയുണ്ട് ഈ ഘട്ടത്തിൽ? ഷാവലി, പ്രധാനമായും ഷാവലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിൽ റോയിയുടെ ബാംഗ്ലൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷേ ആദായ നികുതി വകുപ്പ് ഈ വിഷയത്തിൽ, അതായത് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം റോയിക്ക് മേൽ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം ഇന്നലെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് റോയിയുമായി സംസാരിച്ചത്, പെരുമാറിയത്. ചില പേപ്പറുകളിൽ മറ്റും ഒപ്പിടാനും മറ്റും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് റോയ് ചില ഫയലുകൾ എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയും ശേഷം മുറി അടച്ചതിന് ശേഷം കസേരയിൽ ഇരുന്നു കൊണ്ട് സ്വയം വെടിയുതിർത്ത് മരണപ്പെടുകയും ചെയ്തത്. ഏതായാലും കുടുംബം ആരോപിക്കുന്നത് കുടുംബം കൃത്യമായി പറയുന്നത് ചെന്നൈയിൽ ഈ സ്വാഭാവികമായും റോയ്ക്കുമേൽ IT വകുപ്പിന്റെ സമ്മർദ്ദം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇൻകം ടാക്സിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റോയ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് കടന്നത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ആ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇൻകം ടാക്സ്, അതായത് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുള്ള പ്രതികരണം, അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണം പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഔദ്യോഗികമായൊരു വാർത്താക്കുറിപ്പ് അവർ പുറത്തിറക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വിശദീകരണം പുറത്തു വന്നിട്ടില്ല. ഏതായാലും നിലവിൽ റോയിയുടെ മൃതദേഹം ബെന്നാർഘട്ടയിലുള്ള ഇത്തരത്തിൽ ഇവിടെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി ഇന്ന് അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. എങ്കിൽ പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഈ ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. അവിടെ ശേഷം ബന്നാർഘട്ടിൽ ഇത്തരത്തിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വൈകുന്നേരം 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കർണാടക CID നിലവിൽ
നിലവിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നേരത്തെ തന്നെ റഹീം സൂചിപ്പിച്ച ഒരു കാര്യം, 2 ഫോണുകൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന നിമിഷങ്ങളിലൊക്കെ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് ഈ റോയ് കടന്നുപോയത് എന്നൊക്കെ അറിയാൻ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഫോൺ അൺലോക്ക് ചെയ്യുകയും പരിശോധിക്കുന്നതിലൂടെയൊക്കെ ചിലപ്പോൾ മനസ്സിലായേക്കാം. പിന്നെ ചില ഡയറികൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും അറിയുന്നു. ഈ ഫോണുകൾ അൺലോക്ക് ചെയ്യാനായിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ ഓഫീസിലെ CCTV ദൃശ്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് ഈ ഘട്ടത്തിൽ. അവയൊക്കെ നിലവിൽ കർണാടക CID വിഭാഗം ശേഖരിച്ചിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്കുണ്ടോ? ശ്യാമിലി, അത് സംബന്ധിച്ച് അതായത് ഈ CCTV ദൃശ്യങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെയും കൈവന്നിട്ടില്ല. കാരണം ഈ സംഭവത്തിന് ശേഷം അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ടാകണം. പക്ഷേ അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ CID അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. കാരണം അന്വേഷണം ഇത് സംബന്ധിച്ചുള്ള CID കേസ് അന്വേഷിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായി ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ സംസ്ഥാന പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അവരോട് ഇവിടെ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ മൊഴിയെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഈ കൊച്ചിയിൽ നിന്നെത്തിയ യൂണിറ്റ് ഇവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും CID കേസ് ഏറ്റെടുക്കുന്നതോടുകൂടി ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അന്വേഷണം CIDയിലേക്ക് കൈമാറിയിട്ടുള്ളത്. CID അന്വേഷണം ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഇതും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൃത്യമായി ഇത് ഈ ഫോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് ഇതിൽ സംബന്ധിച്ചുണ്ടായത് എന്നതിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത് അൺലോക്ക് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഒരു ഡയറി ഉൾപ്പെടെ കിട്ടിയിരുന്നു. പക്ഷേ അതിൽ മറ്റു വിവരങ്ങളില്ല. ചില സിനിമാ താരങ്ങളുടെയും മറ്റു വിവരങ്ങളും ഒക്കെയാണ് ഡയറിയിൽ ഉണ്ടായിരുന്നത്. അതിൽ കാര്യമായ മറ്റു വിവരങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിലും ഒരു വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് സംസ്ഥാന പോലീസ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഒക്കെ നിർദ്ദേശം ഈ വിഷയത്തിൽ അന്വേഷണം കൃത്യമായി നടക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏതായാലും ഈ IT ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 5 പേജോളം വരുന്ന പരാതിയാണ് അശോകപുരം പോലീസിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. കൂടാതെ നിലവിൽ നമുക്ക് സഹോദരന്റെ പ്രതികരണമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ പറയുന്നത് പോലെ 5 പേജുള്ള ഒരു പരാതിയും നിലവിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ പരാതിയായി സമർപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഭാര്യയും കുട്ടികളും അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുന്നു എന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ആ പ്രതികരണം, അവരുടെ മൊഴി കൂടി വളരെ നിർണായകമാണല്ലോ. കാരണം ഈ റോയിയെ സംബന്ധിച്ച് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഒരു ചിത്രം വളരെ ആഘോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, മറ്റിത്തരം ടെൻഷനുകൾ ഇല്ലാത്ത, ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റ് സമ്മർദ്ദങ്ങളോ കടബാധ്യതകളോ ഒന്നും ഇല്ലാത്ത ഒരു ചിത്രമാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും അത്തരം അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഒക്കെയുള്ള വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിലവിൽ കുടുംബത്തിൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ ആ മൊഴി വളരെ നിർണായകവുമാണല്ലോ. ശ്യാമിലി, അത് തന്നെയാണ്. അതായത് ഈ കുടുംബം ഈ IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമാണ് ഈ CJ റോയിയുടെ മരണം സംഭവിക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ളൊരു തകർച്ച നേരിട്ടയാളല്ല CJ റോയ്. കൂടാതെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു കടബാധ്യതയോ മറ്റോ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയുള്ള ഒരാൾ എന്തിന് ഈ ചോദ്യം ചെയ്യലും മറ്റും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്തിന് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് കടക്കണം എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ, അതായത് ഇൻകം ടാക്സിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലൊരു സമ്മർദ്ദം റോയിക്ക് മേൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയാണ് ചില വിവരങ്ങൾ ശേഖരിച്ചതെന്നൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് ഈ മരണത്തിന് ഉത്തരവാദികൾ എന്ന തരത്തിലാണ് കുടുംബം ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ റോയിയുടെ കുടുംബം നേരത്തെ ദുബായിലാണ്, അതായത് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നത് ദുബായിലാണ്. അവർ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് സഹോദരൻ CJ ബാബുവിൻ്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മൊഴി ഹലസിലൂരിലെ ഹോട്ടലിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയെന്നുള്ളതാണ്. അതിൻ്റെ ആ മൊഴി രേഖപ്പെടുത്തൽ തുടരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവരുടെ മൊഴി ഈ വിഷയത്തിൽ നിർണായകമാണ്. കാരണം അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദമോ ബാധ്യതയോ ഒന്നും തന്നെ ഉള്ള ആളല്ല CJ റോയ് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് ജീവിച്ചു പോന്നിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ വിഷയത്തിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനടിസ്ഥാനത്തിൽ നേരത്തെ സഹോദരൻ പറഞ്ഞൊരു കാര്യം, അതായത് CJ റോയിയുടെ ഭാര്യയും മക്കളും ഒക്കെ
കൂടി ആലോചിച്ചിട്ട് എന്താണ് ഏത് രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുമെന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത്. ഏതായാലും നേരത്തെ ഈ ഫോണുകളും മറ്റുമൊക്കെ തുറന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിലൊരു ഏകദേശ രൂപം വരികയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും അതിൽ ആ ഫോൺ തുറന്ന് പരിശോധിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ഈ സ്വാഭാവികമായും CID ഈ അന്വേഷണത്തിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ രേഖകളും ഫോണുകളും ഒക്കെ തന്നെ അവരിലേക്ക് കൈമാറും. അവരായിരിക്കും പരിശോധനകളും കാര്യങ്ങളും ഈ വിഷയത്തിൽ നടത്തുക. കേസായി നിലവിലെ CJ ജോയിയുടെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം മാറുകയാണ്. അപ്പോൾ അതിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കർണാടക CID നിലവിൽ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സുപ്രധാന മാറ്റവും വിവരങ്ങളും ഒക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അബ്ദുൾ റഹീമാണ് ബംഗളൂരുവിൽ നിന്നും നമുക്ക് വിവരങ്ങൾ നൽകിയത്.